താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പതാകജാഥയ്ക്ക് കാലടിയിൽ ആവേശകരമായ സ്വീകരണം നൽകി. ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ KT ബേബി ജാഥയെ സ്വീകരിച്ചു. ഈ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥയാണ് ഇവിടെ എത്തിച്ചേരാൻ പോകുന്നത്. ഇതിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ജയകുമാർ സഖാവിനെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പതാകജാഥയ്ക്ക് കാലടിയിൽ ആവേശകരമായ സ്വീകരണം നൽകി. അസോസിയേഷന് വേണ്ടി സഖാവ് ജിഷാശ്യാം, NREG വർക്കേഴ്സ് യൂണിയന് വേണ്ടി സഖാവ് സിജോ ചൊവ്വരാൻ, ഡിവൈഎഫ്ഐ കാലടി മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് ഷിൻ മാത്യു, കാഞ്ഞൂർ മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് രഞ്ജിത് K ദേവൻ. രാജ്യത്തെ കഴിഞ്ഞ 3 വർഷമായി അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്തെ ചെറുപ്പക്കാരുടെ തൊഴിൽ സ്വപ്നങ്ങളെ തകർക്കുമ്പോൾ, ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളെ എല്ലാം അട്ടിമറിച്ച് മുമ്പോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും രാജ്യത്തെ ചെറുപ്പത്തിന്റെ വലിയ പ്രതിഷേധം രാജ്യത്തിനകത്ത് ഉയർന്നു വരേണ്ടതുണ്ട്. നമുക്കറിയാം, വർത്തമാന ഇന്ത്യ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട്. രാജ്യത്തിനകത്ത് ഒട്ടനവധി പരീക്ഷാ പേപ്പറുകൾ ഇത്തരത്തിൽ ചോർച്ചയ്ക്ക് വിധേയമാവുകയും രാജ്യത്തിനകത്തെ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെ തകർക്കുകയും ചെയ്യുന്ന നിലപാട് രാജ്യത്തിനകത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം തുടർക്കഥയായി മാറുന്ന കാഴ്ചയാണ്. ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ KT ബേബി ജാഥയെ സ്വീകരിച്ചു. തുടർന്ന് ഡിവൈഎഫ്ഐ യൂണിറ്റ് കമ്മിറ്റികളുടെയും വിവിധ വർഗ ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ ജാഥയ്ക്ക് വലിയ വരവേൽപ്പ് നൽകി. ജാഥ ക്യാപ്റ്റൻ KP ജയകുമാർ, ഡിവൈഎഫ്ഐ അങ്കമാലി ബ്ലോക്ക് സെക്രട്ടറി സച്ചിൻ കുര്യാക്കോസ്, ബ്ലോക്ക് പ്രസിഡന്റ് റോജിസ് മുണ്ടപ്ലാക്കൽ എന്നിവർ സംസാരിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം KK ഷിബു, CPM ഏരിയ സെക്രട്ടറി KP രജീഷ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MT വർഗീസ്, PN അനിൽകുമാർ, ജിഷാശ്യാം എന്നിവർ പങ്കെടുത്തു. 5, 6, 7 ദിവസങ്ങളിൽ ചേരുക. തുടർന്ന് തൃശ്ശൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം അത്തരം പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്താൻ ആവശ്യമായ നിലപാടിലേക്ക് പോരും. അതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐ സ്നേഹിക്കുന്ന, ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന, ഈ നാട് കൂടുതൽ കരുത്തോടെ മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണയും സ്നേഹവും ഡിവൈഎഫ്ഐയുടെ സമ്മേളനങ്ങൾക്ക് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും വേണം. സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തത്. തണിയിൽ നിന്നാണ് പറവൂർക്ക് പോകുന്നത്. ജാഥയുടെ മുൻപിൽ പൈലറ്റ് വാഹനം പോകും. അതിന് പിന്നിലായി മുഴുവൻ ബൈക്കുകളും അണിനിരക്കണം. പൈലറ്റ് വാഹനത്തിന് മുന്നിലേക്ക് കയറി പോകാതെയും അപകടമില്ലാതെയും ബൈക്കിൽ യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കണം. ബൈക്കുകളുടെ പിന്നിലായിരിക്കും ജാഥ ക്യാപ്റ്റനും മറ്റു വണ്ടികളും പോകുക.